പുതുയുഗ യാത്രയിൽ നുണ പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പൊക്കിപ്പറയുവാനും ഹാരമിടുവാനും പ്രവർത്തകരെ കിട്ടാനില്ലാത്തതുകൊണ്ട് വാടകയ്ക്കൊരു പ്രവർത്തകനെ എടുക്കുന്നു. പക്ഷേ അതൊന്നുമല്ല കോമഡി. ഈ വാടകയ്ക്കെടുത്ത പ്രവർത്തകന് സതീശൻ തമ്പ്രാൻ ആരാണെന്നറിയില്ല. വാടകയ്ക്കെടുത്ത പ്രവർത്തകന്റെ കയ്യിൽ നേതാക്കന്മാരെല്ലാം കൂടി ഹാരം കൊടുത്തുവിടുന്നു സതീശനെ അണിയിക്കാൻ. ശേഷം നിങ്ങൾ കാണണം. പ്രവർത്തകന് സതീശൻ ആരാണെന്നറിയില്ലല്ലോ, അതുകൊണ്ട് സതീശനെ തപ്പുകയാണ് വേദിയിൽ മൊത്തം. ഏറ്റവും അവസാനം ക്യാമറകൾ ശ്രദ്ധിക്കാതെ സതീശൻ തന്നെ തോണ്ടി വിളിക്കുന്ന സാഹചര്യം. ഞാനാണ് കേട്ടോ പ്രതിപക്ഷ നേതാവ്, എൻ്റെ കഴുത്തിലേക്കാണ് ഹാരം ഇടേണ്ടത്, ഒന്ന് പെട്ടെന്ന് ഇട്ടേ. ആ രംഗം ഒന്ന് കണ്ടേ. ദൃശ്യം കണ്ടല്ലോ. ഈ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രധാനമായും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ആ പ്രവർത്തകൻ അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്നാണ്. അതായത് സതീശൻ്റെ പുതുയുഗ യാത്രയിൽ കോൺഗ്രസ്സുകാരെ വരുന്നില്ല. അപ്പോൾ സതീശൻ വരുമ്പോൾ ഹൈപ്പ് കിട്ടണമല്ലോ, ഹൈപ്പ്, PR ഹൈപ്പ്. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തകരെ വാടകയ്ക്കെടുത്ത് ഹാരവും കൊടുത്തു വിട്ടത്. അല്ലെങ്കിൽ ഈ ഹാരം കൊടുത്തു വിട്ട നേതാക്കന്മാർക്ക് പറഞ്ഞൂടെ, ആ സ്റ്റേജിൽ നിൽക്കുന്ന ആ പുള്ളിക്കാരനാണ് ആര്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെന്ന്. വാടകയ്ക്കെടുത്തതാണല്ലോ, സ്വാഭാവികമായിട്ടും ആ ഒരു വാടക പ്രവർത്തകന് സതീശൻ ആരാണെന്ന് അറിയാത്ത സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു ദൃശ്യം പുതുയുഗ യാത്രയുടെ വേദിയിൽ നിന്നും സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായി മാറുന്നത്. എന്തായാലും ശരി, കോൺഗ്രസിൻ്റെ ഗതികേടാണ് സത്യത്തിൽ വെളിവാകുന്നത്. കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ വേണ്ടി, കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ക്യാപ്റ്റൻ സതീശൻ തന്നെ മുന്നിട്ടിറങ്ങി നടത്തുന്ന പുതുയുഗ യാത്ര. ഈ പുതുയുഗ യാത്രയുടെ തുടക്കം തൊട്ടേ തമ്മിലടിയും കാലുവാരലുമാണ്. അതും പോരാഞ്ഞിട്ടാണ് അവസാനമാവുമ്പോഴേക്കും പ്രവർത്തകരെ കിട്ടാനില്ല. കാര്യം സതീശ തമ്പ്രാൻ വന്നു കഴിഞ്ഞാൽ വേദിയിലിരിക്കുന്നവർ അലയ്ക്കാൻ പാടില്ല, സദസ്സിലിരിക്കുന്നവർ അലയ്ക്കാൻ പാടില്ല. അതും പോരാഞ്ഞിട്ട് 100-100 പേര് സതീശനെ എടുത്തുകൊണ്ട് വന്ന് വേദിയിലാക്കണം. അതും കഴിഞ്ഞ് സതീശൻ ഒരു 150 പേരെങ്കിലും ഹാരമിടണം. ഇതൊന്നും ചെയ്തില്ല എങ്കിൽ പ്രവർത്തകരെ പച്ചയ്ക്ക് തെറി വിളിക്കുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിനകത്തുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് സതീശ തമ്പ്രാനെ ഭയന്നുകൊണ്ട് പ്രവർത്തകരെ കിട്ടാനില്ലാത്ത സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ വാടകയ്ക്ക് പ്രവർത്തകരെ പുറത്തു നിന്നും ഗസ്റ്റ് റോളിലേക്ക് കൊണ്ടുവന്നത്. ഗസ്റ്റ് റോളിൽ കൊണ്ടുവന്ന വ്യക്തിക്ക് സതീശൻ ആരാണെന്ന് അറിയണ്ടേ? സതീശനെയും അറിയില്ല, കോൺഗ്രസിനെയും അറിയില്ല. നേതാക്കന്മാർ കൊടുത്തുവിട്ട ഒരു ഹാരവും കൊണ്ട് നേരെ വേദിയിലേക്ക് കയറി വന്നു. ഏറ്റവും അവസാനം ഹാരം കൊണ്ടുവന്ന വാടക പ്രവർത്തകനെ സതീശൻ തന്നെ നൈസിന് തോണ്ടി വിളിച്ച് സ്വന്തം കഴുത്തിലേക്ക് മാല ചാർത്തേണ്ട സാഹചര്യത്തിലേക്ക് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബോധം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുതുയുഗ യാത്രയുടെ വേദിയിൽ നിന്നും സതീശനെ അറിയാത്ത വാടക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ രംഗം പുറത്തേക്ക് വരുന്നത്.